വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ട്രയൽ റണ്ണായി കണക്കാക്കാം. കാരണം 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അതിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതുകൂടി ചോദ്യമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താണ് ജനം ചിന്തിക്കുന്നത് എന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുമെന്നതും ശ്രദ്ധേയമാണ്. അതിനിടയിൽ ഇപ്പോൾ CPMനെ ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു നീക്കം നടന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് CPMന് വലിയ ഞെട്ടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് CPIM പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നതാണ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത്. കല്ലറ ബ്ലോക്കിലെ പെരിങ്ങമല പഞ്ചായത്തിലെ പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നത്. 75 പേരാണ് CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. അതാണ് ഇപ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് CPMൽ. ഇത് പ്രവർത്തകരുടെ കൂറുമാറ്റം മധുരപ്രതികാരം എന്നാണ് DCC മുൻ പ്രസിഡന്റ് പാലോട് രവി പറഞ്ഞിരിക്കുന്നത്. പെരിങ്ങമല പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചതിനുള്ള മറുപടിയാണ് ഇത് എന്നും CPIMന്റെ അന്നത്തെ നടപടിയോട് CPIM പ്രവർത്തകർക്ക് പോലും രോഷമുണ്ടായിരുന്നു എന്നുമാണ് പാലോട് രവി പറഞ്ഞത്. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസും കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. UDF ഭരിച്ച പെരിങ്ങമല പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 3 പേരാണ് കൂറുമാറി CPIMൽ പോയത്. പഞ്ചായത്ത് പ്രസിഡന്റും DCC അംഗവുമായ ഷിനു മടത്തറ, പഞ്ചായത്ത് അംഗങ്ങളായ കലയപുരം അൻസാരി, M ഷഹനാസ് എന്നിവരായിരുന്നു അവരാണ് CPMലേക്ക് പോയത്. ഇന്ത്യയിൽ BJPയുടെ ഹിന്ദുത്വ അജണ്ടയെ എതിർക്കാൻ കോൺഗ്രസിന് ശക്തിയില്ലാതെ ആയി എന്നാണ് പാർട്ടി വിട്ട നേതാക്കൾ അന്ന് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ തിരിച്ച് CPIMന് ഒരു കനത്ത അടി ഉണ്ടായിരിക്കുകയാണ്. 75 പ്രവർത്തകരാണ് ഒറ്റയടിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന വേളയിൽ UDFലേക്ക് വന്നിരിക്കുന്നത്. അത് CPMനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇത് ഒരു പുനഃപരിശോധനയ്ക്കുള്ള വിഷയമായി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.